2007 മെയ് മാസത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട നോക്കിയ 6500 ക്ലാസിക് പ്രീമിയം ഡിസൈനും സ്ലിം പ്രൊഫൈലും കൊണ്ട് വലിയ ശ്രദ്ധ നേടിയ മോഡലായിരുന്നു. വെറും 9.5 mm തിക്നെസ് മാത്രമുള്ള ഈ ഫോൺ ആ സമയത്ത് ഏറ്റവും സ്ലിം കാൻഡി ബാർ ഫോണുകളിൽ ഒന്നായി കണക്കാക്കപ്പെട്ടു. കൂടാതെ വെറും 94 ഗ്രാം വെയിറ്റ് മാത്രമുള്ളതിനാൽ കയ്യിൽ പിടിക്കുമ്പോൾ വളരെ ലൈറ്റ് വെയിറ്റും കംഫർട്ടബിളുമായ അനുഭവം നൽകി. ഈ മോഡലിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതിന്റെ അനഡൈസ്ഡ് അലൂമിനിയം കേസിംഗ് ആയിരുന്നു. സാധാരണ പ്ലാസ്റ്റിക് ബോഡിയല്ല, മറിച്ച് ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ലക്ഷറി ഫീൽ നൽകുന്ന ഫോണായി മാറി. ലോഞ്ച് സമയത്ത് ഏകദേശം 18,000 മുതൽ 19,000 ആയിരുന്നു ഈ ഫോണിന്റെ വില. ഇത് അന്നത്തെ കാലഘട്ടത്തിന്റെ പ്രീമിയം വിഭാഗത്തിൽപ്പെടുന്ന വിലയായിരുന്നുവെങ്കിലും ഉപയോഗിച്ച മെറ്റീരിയലുകളും ബിൽഡ് ക്വാളിറ്റിയും പരിഗണിക്കുമ്പോൾ അതിനെ വളരെ മത്സരാധിഷ്ഠിതമായ വിലയിൽ വിലയിരുത്തപ്പെട്ടു. അതേസമയം നോക്കിയയുടെ ഗ്ലോബൽ ഡോമിനൻസും വലിയ തോതിലുള്ള ഉൽപാദന ശേഷിയും സപ്ലയേഴ്സുമായുള്ള ശക്തമായ പർച്ചേസിംഗ് പവറും കാരണം ഇത്തരം ഹൈ ക്വാളിറ്റി മെറ്റീരിയലുകൾ ഉപയോഗിച്ചിട്ടും വില നിയന്ത്രിക്കാനായി എന്നത് നോക്കിയയുടെ അന്നത്തെ ശക്തിയെ സൂചിപ്പിക്കുന്നു. സീരീസ് 40 പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിച്ചിരുന്ന ഈ ഫോണിൽ 2-inch TFT ഡിസ്പ്ലേ നൽകിയിരുന്നു. 2 മെഗാപിക്സൽ ക്യാമറ LED ഫ്ലാഷ് ലൈറ്റോട് കൂടി ഉൾപ്പെടുത്തിയിരുന്നു. കൂടാതെ വീഡിയോ റെക്കോർഡിംഗ് സൗകര്യവും ഉണ്ടായിരുന്നു. 1 GB ഇന്റേണൽ മെമ്മറി ഉണ്ടായിരുന്നുവെങ്കിലും മൈക്രോ SD കാർഡ് സപ്പോർട്ട് ഇല്ലാത്തത് ഒരു പരിമിതിയായി. ബ്ലൂടൂത്ത്, USB കണക്ടിവിറ്റി, മ്യൂസിക് പ്ലെയർ, വീഡിയോ പ്ലെയർ, FM റേഡിയോ എന്നിവയും ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു. 830 mAh BL6P ബാറ്ററി സാധാരണ ഉപയോഗത്തിൽ ഒരു ദിവസം വരെ ബാക്കപ്പ് നൽകിയിരുന്നു. ചുരുക്കി പറഞ്ഞാൽ നോക്കിയ 6500 ക്ലാസിക് ഒരു സാധാരണ ഫീച്ചർ ഫോൺ മാത്രമായിരുന്നില്ല. സ്ലിം ഡിസൈൻ, പ്രീമിയം അലൂമിനിയം ബോഡി, ലൈറ്റ് വെയ്റ്റ് ബിൽഡ് എന്നിവ കൊണ്ട് അത് ആ കാലഘട്ടത്തിന്റെ ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. ഇന്നും ഇത് മൊബൈൽ പ്രേമികൾക്കിടയിൽ ഒരു ട്രൂ ക്ലാസിക് കളക്ടേഴ്സ് മോഡലായി കണക്കാക്കപ്പെടുന്നു.